നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പലപ്പോഴും പല മുന്നണികളുടെയും ഭാവി തീരുമാനിക്കുന്ന ഒരു സംസ്ഥാനം അത് ഉത്തർപ്രദേശ് തന്നെയാണ്. കാരണം ഉത്തർപ്രദേശിലാണ് ഏറ്റവും അധികം ലോക്സഭാ സീറ്റുകൾ ഉള്ളത്. 80 ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ രാജ്യം ആരെ ഭരിക്കണമെന്ന് ഒരുപക്ഷെ തീരുമാനിക്കുന്നത് പോലും ഒരു പരിധി വരെ ഉത്തർപ്രദേശ് തന്നെയാണ്. എന്തായാലും ഈ ഉത്തർപ്രദേശിൽ കഴിഞ്ഞ തവണ BJP നേടിയത് 62 സീറ്റുകളായിരുന്നു. 62-ൽ നിന്നും അത് മെച്ചപ്പെടുത്തണമെന്ന നിലയിൽ തന്നെയാണ് നിലവിൽ അവർ പ്രവർത്തിച്ചു പോരുന്നത്. അവിടെ തകർന്നടിഞ്ഞു പോയ കോൺഗ്രസും അതിനോടൊപ്പം തന്നെ സമാജ്വാദി പാർട്ടിയും ഒക്കെ ഇത്തവണ INDA എന്ന പ്രതിപക്ഷ മുന്നണിയുടെ കുടക്കീഴിൽ ഒന്നിച്ചു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കും വലിയ പ്രതീക്ഷകളുള്ള ഒരു സംസ്ഥാനം തന്നെയാണ് ഈ ഉത്തർപ്രദേശ് എന്ന് പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെയും മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഉത്തർപ്രദേശിലെ സകല പ്രചരണ പരിപാടികൾക്കും BJP നേതൃത്വം നൽകുന്നത്. ഇതിനോടകം തന്നെ നിരവധി റാലികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഉത്തർപ്രദേശിൽ നടത്തിയിരിക്കുന്നത്. എന്നാൽ രാഹുൽ ഗാന്ധി UP-യിലെത്തിയത് ഒരേ ഒരു തവണ മാത്രമാണ്. സമാജ്വാദി പാർട്ടിയുടെ അധ്യക്ഷനായ അഖിലേഷ് യാദവ് തന്നെയാണ് ഉത്തർപ്രദേശിൽ ഈ മുഴുവൻ ബാധ്യതയും ഏറ്റെടുത്തുകൊണ്ട് റാലികൾ സംഘടിപ്പിക്കുന്നതും പ്രചരണ തലത്തിൽ ഉൾപ്പെടെ നിറഞ്ഞു നിൽക്കുന്നതും. ഈ അഖിലേഷ് യാദവ് 14 ദിവസത്തിനുള്ളിൽ 8 റാലികളാണ് തനിച്ച് നടത്തിയിരിക്കുന്നത്. അങ്ങനെ INDA എന്ന വലിയ ഒരു പ്രതിപക്ഷ മുന്നണിയുടെ മുഴുവൻ ഭാരവും ഉത്തർപ്രദേശിൽ ചുമക്കുന്നത് ഒരുപക്ഷെ അഖിലേഷ് യാദവ് ഒറ്റയ്ക്ക് തന്നെയാണ്. കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായ അജയ് റായ് ഒരു വശത്തുണ്ട്. പക്ഷേ ഈ അജയ് റായ് വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഏറ്റുമുട്ടുന്ന ആളാണ്. 3ാം തവണയും ഏറ്റുമുട്ടുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ആ പ്രചരണത്തിന്റെ തിരക്കിലാണ് അജയ് റായ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ മറ്റ് നേതാക്കൾ. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലേക്ക് എത്തുന്നില്ല എന്നുള്ള ചോദ്യം അത് BJP-യുടെ പ്രവർത്തകർ മാത്രമല്ല, മറിച്ച് കോൺഗ്രസിനുള്ളിൽ തന്നെ ശക്തമായ മുറുമുറുപ്പിന് കാരണമായിട്ടുണ്ട്. മോദിക്ക് പുറമെ യോഗി ആദിത്യനാഥാണ് ഉത്തർപ്രദേശിൽ BJP-യുടെ സ്റ്റാർ ക്യാമ്പയിനർ എന്ന് പറയുന്നത്. ഇതിനോടകം തന്നെ 38 റാലികളാണ് യോഗി ആദിത്യനാഥ് തനിച്ച് ഉത്തർപ്രദേശിൽ നടത്തിയിരിക്കുന്നത്. ഏപ്രിൽ 26 വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി UP-യിൽ നടത്തിയിരിക്കുന്നത് 7 റാലികളാണ്. അയോധ്യ രാമക്ഷേത്രം തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥിന്റെയും ഒക്കെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. കാരണം അവർ ഉത്തർപ്രദേശിൽ ഈ രാമക്ഷേത്രം കൂടുതൽ ചർച്ചയാക്കപ്പെടണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെയൊക്കെ ഫലം തങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള അടിയുറച്ച വിശ്വാസവും ഇവർക്കുണ്ട് താനും. എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ 2 ഘട്ടങ്ങളിലും ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രചരണം എന്ന് നമ്മൾ കണ്ടതാണ്. വിജയ സാധ്യത കൂടുതലുള്ള കർണാടകയിലും തെലങ്കാനയിലും കേരളത്തിലും രാഹുൽ ഗാന്ധി നിരവധി റാലികൾ നടത്തുകയും ചെയ്തു. കേരളത്തിൽ വയനാട്ടിൽ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നത് കൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി കൂടുതലും കടന്നാക്രമിച്ചത് സംസ്ഥാന സർക്കാരിനെയായിരുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയനെയായിരുന്നു. ഇത് സംബന്ധിച്ച് പിന്നീട് ചില വിവാദങ്ങളൊക്കെ ഉയർന്നു വരികയും ചെയ്തിരുന്നു. എന്തായാലും രാഹുൽ ഗാന്ധി ഏറ്റവും അധികം സമയം ചിലവഴിച്ചിരിക്കുന്നതും ഇനി മുന്നോട്ടും സമയം ചിലവഴിക്കാൻ പോകുന്നതും ദക്ഷിണേന്ത്യയിൽ തന്നെയായിരിക്കും. അങ്ങനെ ദക്ഷിണേന്ത്യയിലേക്ക് രാഹുൽ ഗാന്ധി ഒതുങ്ങിക്കൂടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പക്ഷേ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് ശേഷം രാഹുൽ ഗാന്ധി എവിടെ എന്നുള്ള ചോദ്യത്തിന് ഒരുപക്ഷെ കോൺഗ്രസിന്റെ നേതാക്കൾക്ക് പോലും കൃത്യമായ ഒരു ഉത്തരം ഉണ്ടാവണമെന്നില്ല. അമേഠി, റായ്ബറേലി എന്നീ സീറ്റുകളിൽ വളരെ പ്രധാനപ്പെട്ട ഉത്തർപ്രദേശിലെ 2 സീറ്റുകൾ കോൺഗ്രസിന്റെ കുടുംബ സീറ്റുകൾ എന്നൊക്കെ പറയാവുന്ന സീറ്റുകൾ, ഇവിടെ ആര് മത്സരിക്കുമെന്ന കാര്യത്തിൽ പോലും കോൺഗ്രസ് ഇതുവരെയും ഒരു തീരുമാനം എടുത്തിട്ടുമില്ല. എന്തായാലും കോൺഗ്രസിന് 17 സീറ്റുകളിൽ മത്സരിക്കാനുള്ള അവസരമാണ് സമാജ്വാദി പാർട്ടി ഉത്തർപ്രദേശിൽ നൽകിയിരിക്കുന്നത്. ഇതിൽ ഭൂരിഭാഗം സീറ്റുകളും വരുന്നത് പശ്ചിമ UP-യിലാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പശ്ചിമ UP കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചത് പ്രിയങ്ക ഗാന്ധി ആയിരുന്നു. തെരഞ്ഞെടുപ്പിന്റെ 2 ഘട്ടങ്ങളിലായി പശ്ചിമ UP-യിലുള്ള ആകെയുള്ള 26 സീറ്റുകളിൽ 16 ഇടത്തും ഇതിനോടകം തന്നെ വോട്ടിംഗ് നടന്നിട്ടുണ്ട്. എന്നാൽ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ ആരും തന്നെ ഈ പ്രധാനപ്പെട്ട മേഖലയിലേക്ക് ഇതുവരെയും കടന്നു വന്നിട്ടില്ല. ഇവിടെയും സമാജ്വാദി പാർട്ടി തന്നെയാണ്, അഖിലേഷ് യാദവ് തന്നെയാണ് ഈ പ്രചരണത്തിന്റെ മുഴുവൻ ബാധ്യതയും ചുമക്കുന്നത്. ഇനി 10 സീറ്റുകളിലാണ് ഈ പശ്ചിമ UP-യിൽ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളത്. എന്തായാലും വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് കഴിയുന്ന ഉടൻ തന്നെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മറ്റ് കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളും ഒക്കെ തന്നെ ഉത്തർപ്രദേശിൽ സജീവമാകും എന്നായിരുന്നു ദേശീയ തലത്തിലുള്ള പല നേതാക്കളുടെയും, കോൺഗ്രസിലെയും BJP-യിലുമുള്ള നേതാക്കളുടെയും ഒക്കെ കണക്ക് കൂട്ടൽ. പക്ഷേ പരമ്പരാഗത മണ്ഡലങ്ങളായ റായ്ബറേലിയിലും അമേഠിയിലും പോലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാതെ കോൺഗ്രസ് എന്ത് രാഷ്ട്രീയ നീക്കമാണ് നടത്തുന്നത് എന്നുള്ള വലിയ ചോദ്യം രാജ്യം ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായി അവർ തന്നെ ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കാണുന്നുമുണ്ട്. ഇത് വലിയ വിമർശനങ്ങൾക്കാണ് നിലവിൽ വഴിവെച്ചിരിക്കുന്നത്. ഇനി അമേഠി എന്ന സീറ്റിലാവട്ടെ സ്മൃതി ഇറാനി പ്രചരണ രംഗത്ത് വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ അമേഠിയിൽ ഇത്തവണ രാഹുൽ ഗാന്ധി തന്നെ സ്മൃതി ഇറാനിക്കെതിരെ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ പോലും തീരുമാനമൊന്നുമായി
ആയിട്ടില്ല. ഉത്തരേന്ത്യയിലെ മറ്റ് മണ്ഡലങ്ങളിലൊക്കെ തന്നെയും രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യം വളരെയധികം ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ആളുകൾ, ഒരുപക്ഷെ പ്രായം കൊണ്ട് രാഹുൽ ഗാന്ധിയേക്കാൾ ഒക്കെ ഏറെ സീനിയറായ നരേന്ദ്രമോദി, അദ്ദേഹത്തിന്റെ ഊർജ്ജസ്വലത, അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് റാലികൾ നടത്തുന്നതിന് കാണിക്കുന്ന ഒരു ആവേശം, അങ്ങനെ അമരത്ത് നിന്നുകൊണ്ട് തന്നെ പാർട്ടിക്ക് മുഴുവൻ ഊർജ്ജം നൽകാൻ മോദിക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ അതേ രീതിയിൽ തന്നെ INDA എന്ന പ്രതിപക്ഷ മുന്നണിയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട രാഹുൽ ഗാന്ധി എവിടെയാണ് എന്നുള്ള ചോദ്യത്തിന് പോലും ഉത്തരമില്ല. നിലവിൽ എന്തായാലും ഇത് വലിയ തോതിൽ തന്നെ രാജ്യതലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. തീർച്ചയായും ഉത്തരേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റുകളിലൊക്കെയും ഇനിയും തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നതേ ഉള്ളൂ. 2 ഘട്ടം മാത്രമേ ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളൂ. ഇനിയും ഉണ്ട് 7 ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിലൊക്കെ കോൺഗ്രസ് എന്ത് തരത്തിലുള്ള ഒരു തന്ത്രം സ്വീകരിച്ചുകൊണ്ടായിരിക്കും സീറ്റുകൾ പിടിക്കുക? പ്രത്യേകിച്ചും ഉത്തർപ്രദേശ് പോലെയുള്ള ഏറ്റവും നിർണായകമായ ഒരു സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ ഈ അലംഭാവം ഇത് INDA മുന്നണിക്കുള്ളിലും അതിനോടൊപ്പം തന്നെ കോൺഗ്രസിലും വലിയ വിമർശനങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്.